ഓം ശാന്തി. 7/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഒരിക്കലും നിയമം തൻ്റെ കയ്യിൽ എടുക്കരുത്. അഥവാ ആർക്കെങ്കിലും തെറ്റ് സംഭവിക്കുന്നു എങ്കിൽ ബാബയോട് റിപ്പോർട്ട് ചെയ്യൂ. ബാബ ജാഗ്രത നൽകും. ചോദ്യം: ബാബ ഏതൊരു കോൺട്രാക്റ്റാണ് എടുത്തിരിക്കുന്നത്? ഉത്തരം: കുട്ടികളുടെ അവഗുണങ്ങൾ മാറ്റുന്നതിനുള്ള കോൺട്രാക്റ്റ് ഒരു ബാബ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ കുറവുകൾ ബാബ കേൾക്കുമ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുന്നു. അഥവാ കുട്ടികളായ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കുറവ് കാണപ്പെടുന്നുവെങ്കിൽ പോലും നിങ്ങൾ സ്വന്തം കയ്യിൽ നിയമം എടുക്കരുത്. നിയമം കയ്യിലെടുക്കുന്നതും തെറ്റാണ്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ വരുന്നത് ബാബയിൽ നിന്നും റിഫ്രഷ് ആകുവാനാണ്. കാരണം കുട്ടികൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നേടേണ്ടതുണ്ട്. ഇത് ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ലാത്തതാണ്. പക്ഷേ മറന്നു പോകുന്നു. മായ മറവി ഉണ്ടാക്കുന്നു. അഥവാ മറവി ഉണ്ടാക്കിയില്ലെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നേനെ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഈ ബാഡ്ജിനെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കൂ. ചിത്രങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കൂ. ചുറ്റി സഞ്ചരിക്കുമ്പോൾ ബാഡ്ജ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അറിയാൻ കഴിയും, ബാബയിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ഇത് നോളജ് ലഭിക്കേണ്ട സമയമാണ്. ബാബ മധുരമധുരമായ കുട്ടികളെ എന്ന് പറയുന്നു. രാവും പകലും മധുരമധുരമായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് മധുരമധുരമായ ബാബ എന്ന് പറയുവാൻ സാധിക്കില്ല. പറയേണ്ടത് രണ്ടുപേരെയുമാണ്. രണ്ടുപേരും മധുരമാണല്ലോ. പരിധിയില്ലാത്ത ബാബ് ദാദ. എന്നാൽ ദേഹാഭിമാനികളായ ചിലർ കേവലം ബാബയെ മാത്രം മധുരമധുരം എന്ന് പറയുന്നു. ചില കുട്ടികളാണെങ്കിൽ ദേഷ്യത്തിൽ വന്ന് പിന്നെ ചിലപ്പോൾ ബാബ് ദാദയെയും എന്തെങ്കിലും പറയുന്നു. ഇടയ്ക്ക് ബാബയെ പറഞ്ഞാലും ദാദയെ പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ ബ്രാഹ്മണിയിലും ചിലപ്പോൾ പരസ്പരവും അതൃപ്തമാകുന്നു. പരിധിയില്ലാത്ത ബാബ ഇരുന്ന് കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു. ഗ്രാമങ്ങളിൽ കുട്ടികൾ ധാരാളമുണ്ട്. എല്ലാവർക്കും എഴുതിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദേഷ്യപ്പെടുന്നു എന്ന് നിങ്ങളുടെ റിപ്പോർട്ട് വരുന്നു. പരിധിയില്ലാത്ത ബാബ ഇതിനെ ദേഹാഭിമാനം എന്ന് പറയും. ബാബ എല്ലാവരോടും പറയും, കുട്ടികളെ, ദേഹി അഭിമാനി ഭവ. എല്ലാ കുട്ടികളും മുകളിലും താഴെയും ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലും മായ ആരെയാണോ സമർത്ഥ ഗുസ്തിക്കാരനായി കാണുന്നത് അവരുമായി തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. മഹാവീരനായ ഹനുമാനെ കുറിച്ച് കാണിച്ചിരിക്കുന്നു. ഹനുമാനെയും കുലുക്കുവാൻ ശ്രമിച്ചതായി. ഈ സമയത്ത് തന്നെയാണ് എല്ലാവരുടെയും പരീക്ഷ എടുക്കുന്നത്. മായയോട് തോൽവിയും ജയവും എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൽ സ്മൃതിയും വിസ്മൃതിയും എല്ലാം ഉണ്ടാകുന്നു. ആര് എത്ര സ്മൃതിയിലിരിക്കുന്നുവോ, നിരന്തരം ബാബയെ ഓർമ്മിക്കുന്നതിന് ശ്രമിക്കുന്നുവോ, അവർക്ക് നല്ല പദവി നേടുവാൻ സാധിക്കുന്നു. ബാബ വന്നിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുവാനാണ്. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കണം. ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ് ശ്രേഷ്ഠമാകുന്നത്.
ഇതിൽ ആരോടും പിണങ്ങേണ്ട കാര്യമേയില്ല. പിണങ്ങുക എന്നാൽ ദേഷ്യപ്പെടുക എന്നാണ്. തെറ്റുകളോ മറ്റോ ചെയ്യുന്നുവെങ്കിൽ ബാബയുടെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യണം. സ്വയം ആരോടും പറയുവാൻ പാടില്ല, അല്ലെങ്കിൽ നിയമം കയ്യിലെടുത്തതുപോലെയായി. ഗവൺമെൻറ് നിയമം കയ്യിലെടുക്കുവാൻ അനുവദിക്കുന്നില്ല. ആരെങ്കിലും അടിച്ചു എങ്കിൽ അവരെ അടിക്കുകയല്ല ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യും. പിന്നെ അവരുടെ കേസുണ്ടാകും. ഇവിടെയും കുട്ടികൾ ഒരിക്കലും നേരിട്ട് ഒന്നും പറയുവാൻ പാടില്ല. ബാബയോട് പറയൂ. എല്ലാവർക്കും ജാഗ്രത നൽകുന്നവൻ ഒരു ബാബയാണ്. ബാബ യുക്തികൾ വളരെ മധുരമായി പറഞ്ഞു കൊടുക്കും. മാധുര്യത്തോടെ ശിക്ഷണം നൽകും. ദേഹാഭിമാനി ആകുന്നതിലൂടെ തൻ്റെ പദവി തന്നെ കുറഞ്ഞതാക്കി മാറ്റുന്നു. എന്തിന് നഷ്ടം വരുത്തണം? എത്ര സാധിക്കുമോ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. പരിധിയില്ലാത്ത ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ആ ബാബ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുകയാണ്. കേവലം ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആരെയും നിന്ദിക്കരുത്. ദേവതമാർ ആരുടെയെങ്കിലും നിന്ദ ചെയ്യുമോ? ചില കുട്ടികൾക്കാണെങ്കിൽ നിന്ദിക്കാതെ ഇരിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ ബാബയോട് പറയൂ. അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കും. ഇല്ലെങ്കിൽ ടൈം വേസ്റ്റായി പോകുന്നു. നിന്ദിക്കുന്നതിന് പകരം ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ വളരെ വളരെ നേട്ടമുണ്ടാകും. ആരോടും വാദപ്രതിവാദം നടത്താതിരിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളായ നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പുതിയ ലോകത്തിൻ്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ എത്ര ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. മുഖ്യമായത് തന്നെ ഓർമ്മയും ദൈവിക ഗുണങ്ങളുമാണ്. കുട്ടികൾ ചക്രത്തെ ഓർമ്മിക്കുക തന്നെ ചെയ്യുന്നു. അതാണെങ്കിൽ സഹജമായി ഓർമ്മ വരും. 84ൻ്റെ ചക്രമാണല്ലോ. മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യവും ഡ്യൂറേഷനും അറിയാം. പിന്നെ മറ്റുള്ളവർക്കും വളരെ സ്നേഹത്തോടെ പരിചയം നൽകണം. പരിധിയില്ലാത്ത ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനാശവും മുന്നിൽ നിൽക്കുന്നു. പുതിയ ലോകം സ്ഥാപിതമാവുകയും പഴയ ലോകം ഇല്ലാതാവുകയും ചെയ്യുന്ന സംഗമയുഗവുമാണ്. ബാബ കുട്ടികൾക്ക് ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കുന്നു. സ്മരിച്ച് സ്മരിച്ച് സുഖം നേടൂ. ദേഹത്തിൻ്റെ എല്ലാ കലഹ ക്ലേശങ്ങളും ഇല്ലാതാകട്ടെ. പകുതി കൽപ്പത്തേക്ക് ഇല്ലാതാകുന്നു. ബാബ സുഖധാമം സ്ഥാപിക്കുകയാണ്. മായാ രാവണൻ പിന്നെ ദുഃഖധാമം സ്ഥാപിക്കുന്നു. ഇതും കുട്ടികളായ നിങ്ങൾക്ക് നമ്പർവാർ പുരുഷാർത്ഥമനുസരിച്ച് അറിയാം. ബാബയ്ക്ക് കുട്ടികളോട് എത്ര സ്നേഹമാണുള്ളത്. തുടക്കം മുതൽ ബാബയുടെ സ്നേഹമുണ്ട്. ബാബയ്ക്കറിയാം, ഞാൻ അറിയുന്നുണ്ട്, കുട്ടികൾ കാമചിതയിലിരുന്ന് കറുത്തുപോയി അവരെ വെളുപ്പാക്കാൻ പോവുകയാണ്. ബാബ നോളജ്ഫുള്ളാണ്. കുട്ടികൾ പതുക്കെ പതുക്കെ നോളജ് എടുക്കുന്നു. മായ പിന്നെ മറവിയുണ്ടാക്കുന്നു. സന്തോഷം വരാൻ അനുവദിക്കുന്നില്ല. കുട്ടികൾക്ക് ദിനം പ്രതിദിനം സന്തോഷത്തിൻ്റെ രസം കയറിക്കൊണ്ടിരിക്കണം. സത്യയുഗത്തിൽ രസം കയറിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും കയറ്റണം ഓർമ്മയുടെ യാത്രയിലൂടെ. അത് പതുക്കെ പതുക്കെ കയറും. തോൽവിയും ജയവും ഉണ്ടായി പിന്നെ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തൻ്റെ പദവി നേടും. ബാക്കി കൽപ്പകൽപ്പങ്ങളിൽ എത്ര സമയമെടുത്തുവോ അത്രയും തന്നെ എടുക്കും. കൽപ്പകൽപ്പങ്ങളിൽ ആരാണോ പാസ്സായത് അവർ തന്നെ
പാസ്സാകും. ബാബ് ദാദ സാക്ഷിയായി കുട്ടികളുടെ അവസ്ഥയെ നോക്കുന്നു, അറിവ് നൽകിക്കൊണ്ടുമിരിക്കുന്നു. പുറത്തുള്ള സെൻറ്റേഴ്സിലും മറ്റും ഇരിക്കുമ്പോൾ ഇത്രയും റിഫ്രഷായി ഇരിക്കുന്നില്ല. സെൻറ്ററിലുണ്ടായിരുന്നിട്ട് പിന്നെ പുറത്തെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതിനാൽ ഇവിടെ കുട്ടികൾ വരുന്നത് തന്നെ റിഫ്രഷ് ആകുന്നതിനു വേണ്ടിയാണ്. ബാബ എഴുതുന്നുമുണ്ട്, കുടുംബസഹിതം എല്ലാവർക്കും സ്നേഹസ്മരണകൾ നൽകണം. അതാണ് പരിധിയുള്ള ബാബ, ഇതാണ് പരിധിയില്ലാത്ത ബാബ. ബാബയും ദാദയും രണ്ടുപേർക്കും വളരെയധികം സ്നേഹമുണ്ട്. കാരണം കൽപ്പകൽപ്പങ്ങളിൽ ലവ്ലി സർവീസ് ചെയ്യുന്നു, വളരെ സ്നേഹത്തോടെ ചെയ്യുന്നു. ഉള്ളിൽ ദയവുണ്ടാകുന്നു. പഠിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല പെരുമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ, ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ ദയവുണ്ടാകുന്നു. ഇവർ കുറഞ്ഞ പദവി നേടും. ബാബയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയും ഇവിടെയും കഴിയുന്നതിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് പുറത്തും ഇവിടെയും കഴിയുന്നതിൽ വളരെ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. കുട്ടികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആബു ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ് എന്നതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ബാബ പറയുന്നു, ഞാൻ ഇവിടെ തന്നെയാണ് വന്ന് മുഴുവൻ സൃഷ്ടിയെയും 5 തത്വങ്ങൾ സഹിതം എല്ലാവരെയും പവിത്രമാക്കുന്നത്. എത്ര സേവനമാണ്! ഒരേ ഒരു ബാബയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. അതും അനേകം തവണ ചെയ്തിട്ടുണ്ട്. ഇത് അറിഞ്ഞിട്ടും പിന്നെ മറന്നു പോകുന്നു. അപ്പോൾ ബാബ പറയും, മായ വളരെ ബലവാനാണ്. പകുതി കൽപ്പം ഇതിൻ്റെ, അതായത് മായയുടെ രാജ്യം നടക്കുന്നു. മായ തോൽപ്പിക്കുന്നു, പിന്നെ ബാബ നേരെ നിർത്തുന്നു. ബാബ നമ്മൾ വീണുപോയി എന്ന് വളരെ പേർ എഴുതുന്നു. ശരി, വീണ്ടും വീഴരുത്, എന്നിട്ടും വീഴുന്നു. വീഴുമ്പോൾ പിന്നെ കയറുന്നത് ഉപേക്ഷിച്ച് കളയുന്നു. എത്ര മുറിവേൽക്കുന്നു! എല്ലാവർക്കും ഏൽക്കുന്നു. മുഴുവൻ ആധാരവും പഠനത്തിൻ്റെ മേലാണ്. പഠനത്തിൽ യോഗമുണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇന്നയാൾ എന്നെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ വളരെയധികം റിഫ്രഷ് ആകുന്നു. ആര് നമ്മെ നിന്ദിക്കുന്നുവോ അവർ തന്നെയാണ് നമ്മുടെ മിത്രം എന്ന് മഹിമയുമുണ്ട്. ഭഗവാൻ വാച്ച, എന്നെ വളരെയധികം അധിക്ഷേപിക്കുന്നു, ഞാൻ വന്ന് മിത്രമാകുന്നു. എത്ര നിന്ദിക്കുന്നു! ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവരും എൻ്റെ കുട്ടികളാണ്. ഇവരോട് എനിക്ക് എത്ര പ്രീതിയാണുള്ളത്. നിന്ദിക്കുന്നത് നല്ലതല്ല. ഈ സമയം വളരെയധികം ജാഗ്രത വയ്ക്കേണ്ടതാണ്. പല പല അവസ്ഥകളുള്ള കുട്ടികളുണ്ട്. എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടായാലും പുരുഷാർത്ഥം ചെയ്ത് തെറ്റ് പറ്റാത്തവരാകണം. മായ എല്ലാവരെ കൊണ്ടും തെറ്റുകൾ ചെയ്യിക്കുന്നു. ബോക്സിംഗ് ആണല്ലോ. ചില സമയം വീഴ്ത്തുന്നു, അതിലൂടെ അങ്ങനെയുള്ള മുറിവേൽക്കുന്നു. ബാബ ജാഗ്രത നൽകുന്നു. കുട്ടികളെ, ഇങ്ങനെ തോൽക്കുന്നതിലൂടെ ചെയ്ത സമ്പാദ്യം ഇല്ലാതായി പോകും. 5 നിലയിൽ നിന്നും വീഴുന്നു. പറയുന്നു, ബാബ, ഇങ്ങനെയുള്ള തെറ്റ് വീണ്ടും ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ മാപ്പ് തരൂ. ബാബ എന്ത് മാപ്പ് തരുവാനാണ്? ബാബ പറയുന്നു, പുരുഷാർത്ഥം ചെയ്യൂ. ബാബയ്ക്കറിയാം, മായ വളരെയധികം ബലവാനാണ്, വളരെ പേരെ തോൽപ്പിക്കും. ടീച്ചറിൻ്റെ ജോലിയാണ് തെറ്റിനെക്കുറിച്ചുള്ള ശിക്ഷണം നൽകി തെറ്റ് പറ്റാത്തവരാക്കി മാറ്റുക എന്നത്. എന്തെങ്കിലും തെറ്റുണ്ടാവുകയും എപ്പോഴും അത് അവരിൽ നിന്നും
ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് പാടില്ല. നല്ല ഗുണങ്ങളാണ് മഹിമ ചെയ്യപ്പെടുന്നത്, തെറ്റുകൾ മഹിമ ചെയ്യപ്പെടുന്നില്ല. അവിനാശി വൈദ്യൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് ഔഷധം തരും. കുട്ടികളായ നിങ്ങൾ എന്തിന് സ്വന്തം കയ്യിൽ നിയമമെടുക്കുന്നു? ആരിലെങ്കിലും ക്രോധത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അവർ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നന്നാക്കുന്നത് ബാബയുടെ ജോലിയാണ്. നിങ്ങൾ നന്നാക്കുന്നവരൊന്നുമല്ല. ചിലരിൽ ക്രോധത്തിൻ്റെ ഭൂതമുണ്ട്. സ്വയം ഇരുന്ന് ആരെയെങ്കിലും അധിക്ഷേപിക്കുന്നു എങ്കിൽ തൻ്റെ കയ്യിൽ നിയമമെടുത്തതുപോലെയാണ്. ഇതിലൂടെ അവർ നന്നാവുകയില്ല, കൂടുതൽ മോശമായി പോകും, ഉപ്പുവെള്ളമായി പോകും. എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ബാബ ഇരിക്കുകയാണ്. നിയമം തൻ്റെ കയ്യിലെടുത്ത് ആരെയെങ്കിലും അധിക്ഷേപിക്കുക എന്നത് വലിയ തെറ്റാണ്. ഏതെങ്കിലുമൊക്കെ തിന്മ എല്ലാവരിലുമുണ്ട്. എല്ലാവരും സമ്പൂർണമായിട്ടില്ല. ചിലരിൽ ഒരവഗുണം, ചിലരിൽ മറ്റെന്തെങ്കിലും. അതെല്ലാം മാറ്റാനുള്ള കോൺട്രാക്റ്റ് ബാബയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജോലിയല്ല. കുട്ടികളുടെ കുറവുകൾ ബാബ കേൾക്കുമ്പോൾ അത് മാറ്റുന്നതിനു വേണ്ടി സ്നേഹത്തോടെ അറിവ് നൽകുന്നു. ഇപ്പോൾ വരെയും ആരും സമ്പൂർണമായിട്ടില്ല. എല്ലാവരും ശ്രീമത്തനുസരിച്ച് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. സമ്പൂർണം അന്തിമത്തിലാണ് ആകേണ്ടത്. ഈ സമയം എല്ലാവരും പുരുഷാർത്ഥികളാണ്. ബാബ സദാ ഇളകാത്തതായിരിക്കുന്നു. കുട്ടികൾക്ക് സ്നേഹത്തോടെ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ശിക്ഷണം നൽകുന്നത് ബാബയുടെ ജോലിയാണ്. പിന്നെ അതനുസരിച്ച് നടക്കാം, നടക്കാതിരിക്കാം. അതായി അവരുടെ ഭാഗ്യത്തിലുള്ളത്. പദവി എത്ര കുറഞ്ഞു പോകുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തത് കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ പദവി ഭ്രഷ്ടമായി പോകും. മനസ്സ് ഉള്ളിൽ നീറും. നമ്മൾ ഈ തെറ്റ് ചെയ്തു, നമുക്ക് വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. ആരുടെയെങ്കിലും അവഗുണമുണ്ടെങ്കിൽ അത് ബാബയെ കേൾപ്പിക്കണം. വാതിൽക്കൽ തോറും കേൾപ്പിക്കുന്നത് ദേഹാഭിമാനമാണ്. ബാബയെ ഓർമ്മിക്കുന്നില്ല. അവ്യഭിചാരി ആകേണ്ടതാണല്ലോ. ഒന്നിനെ കേൾപ്പിക്കുകയാണെങ്കിൽ, അതായത് ബാബയെ കേൾപ്പിക്കുകയാണെങ്കിൽ അവർ ഉടൻ നന്നാകും. നന്നാക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ബാക്കി എല്ലാവരും നന്നാകാത്തവരാണ്. എന്നാൽ മായ അങ്ങനെയാണ്. ശിരസ് തിരിപ്പിച്ചു കളയുന്നു. ബാബ മുഖം ഒരു ഭാഗത്തേക്കാക്കുന്നു. മായ പിന്നെ കറക്കി അതിൻ്റെ നേർക്കാക്കുന്നു. ബാബ വരുന്നത് തന്നെ നന്നാക്കി മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാനാണ്. അല്ലാതെ വാതിൽക്കൽ തോറും ആരുടെയെങ്കിലും പേര് ചീത്തയാക്കുക എന്നത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ ശിവ് ബാബയെ ഓർമ്മിക്കൂ. ജഡ്ജ്മെൻറ്റും ആ ഒന്നിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഉള്ളത്. കർമ്മങ്ങളുടെ ഫലവും ബാബയാണ് നൽകുന്നത്. ഡ്രാമയിലുള്ളതാണ്. എന്നാൽ ആരുടെയെങ്കിലും പേര് പറയാറുണ്ടല്ലോ. ബാബയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര ഭാഗ്യശാലികളാണ്. എത്ര അതിഥികൾ വരുന്നു. ആരുടെ അടുക്കലാണോ വളരെയധികം അതിഥികൾ വരുന്നത് അവർ സന്തോഷിക്കുന്നു. ഇത് കുട്ടികളുമാണ്, അതിഥികളുമാണ്. ടീച്ചറിൻ്റെ ബുദ്ധിയിലുണ്ട്, ഞാൻ കുട്ടികളെ ഇവരെ പോലെ, അതായത് ലക്ഷ്മി നാരായണനെ പോലെ സർവഗുണ സമ്പന്നമാക്കി മാറ്റും. ഈ കോൺട്രാക്റ്റ് ബാബ എടുത്തിരിക്കുകയാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച്. കുട്ടികൾ മുരളി ഒരിക്കലും മിസ് ചെയ്യുവാൻ പാടില്ല. മുരളിക്ക് തന്നെയാണല്ലോ മഹിമയുള്ളത്. ഒരു മുരളിയെങ്കിലും മിസ്സായി എങ്കിൽ സ്കൂളിൽ ആബ്സെൻ്റ് ആയതുപോലെയാണ്. ഇതാണ് പരിധിയില്ലാത്ത ബാബയുടെ സ്കൂൾ. ഇതിൽ ഒരു ദിവസം പോലും മിസ് ചെയ്യുവാൻ പാടില്ല.
ബാബ വന്ന് പഠിപ്പിക്കുകയാണ്. ലോകത്തിൽ ആർക്കും അറിയില്ല സ്വർഗത്തിൻ്റെ സ്ഥാപന എങ്ങനെ നടക്കുന്നു എന്നതും ആരും അറിയുന്നില്ല. നിങ്ങൾ എല്ലാം അറിയുന്നുണ്ട്. ഈ പഠനം വളരെ വളരെ അളവറ്റ സമ്പാദ്യത്തിൻ്റെതാണ്. ജന്മജന്മാന്തരങ്ങളിൽ ഈ പഠനത്തിൻ്റെ ഫലം ലഭിക്കുന്നു. വിനാശത്തിൻ്റെ മുഴുവൻ ബന്ധവും നിങ്ങളുടെ പഠനവുമായാണ്. നിങ്ങളുടെ പഠനം പൂർത്തിയാകുമ്പോൾ ഈ യുദ്ധം ആരംഭിക്കും. പഠിച്ച് ബാബയെ ഓർമ്മിച്ച് എപ്പോഴാണോ മാർക്സ് പൂർത്തിയാകുന്നത്, പരീക്ഷ നടക്കുന്നത്, അപ്പോൾ യുദ്ധം തുടങ്ങുന്നു. നിങ്ങളുടെ പഠനം പൂർത്തിയായെങ്കിൽ യുദ്ധം തുടങ്ങും. ഇത് പുതിയ ലോകത്തിനു വേണ്ടി തികച്ചും പുതിയ ജ്ഞാനമാണ്. അതിനാൽ മനുഷ്യർ പാവങ്ങൾ കുഴങ്ങിപ്പോകുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരുടെയെങ്കിലും അവഗുണം കണ്ട് അവരുടെ നിന്ദ ചെയ്യരുത്. ഓരോ സ്ഥാനത്തും അവരുടെ അവഗുണം കേൾപ്പിക്കരുത്. തൻ്റെ മാധുര്യം ഉപേക്ഷിക്കരുത്. ക്രോധത്തിൽ വന്ന് ആരെയും എതിരിടരുത്. എല്ലാവരെയും നന്നാക്കുന്നവൻ ഒരു ബാബയാണ്. അതിനാൽ ഒരു ബാബയെ തന്നെ എല്ലാം കേൾപ്പിക്കണം. അവ്യഭിചാരി ആകണം. മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. വരദാനം: സദാ കൂട്ടുകെട്ടിൻ്റെ സ്മൃതിയും സാക്ഷി സ്റ്റേജും അനുഭവിക്കുന്ന ശിവമയി ശക്തി സ്വരൂപത്തിൽ കമ്പൈൻഡായി ഇരിക്കുന്നവരായി ഭവിക്കട്ടെ. ഇതുപോലെ ആത്മാവും ശരീരവും രണ്ടും ഒരുമിച്ചാണ്. എപ്പോൾ വരെ ഈ സൃഷ്ടിയിൽ പാർട്ടുണ്ടോ അപ്പോൾ വരെയും വേർപെടുത്താൻ സാധിക്കില്ല. അതേപോലെ തന്നെ ശിവനും ശക്തിയും രണ്ടിൻ്റെയും ഇത്രയും ആഴത്തിലുള്ള സംബന്ധമുണ്ട്. ആരാണോ സദാ ശിവമയി ശക്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് നടക്കുന്നത്, അപ്പോൾ അവരുടെ സ്നേഹത്തിൽ മായയ്ക്ക് വിഘ്നമിടാൻ സാധിക്കില്ല. അവർ സദാ കൂട്ടുകെട്ടും സാക്ഷി സ്റ്റേജും അനുഭവിക്കുന്നു. ആരോ സാകാരത്തിൽ കൂടെയുണ്ട് എന്നതുപോലെയുള്ള അനുഭവം ഉണ്ടാകുന്നു. സ്ലോഗൻ: നിർവിഘ്നവും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കുന്നതിനായി ഏകാഗ്രതയുടെ അഭ്യാസം ചെയ്യൂ. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. വർത്തമാന സമയത്ത് ഞാൻ ടീച്ചറാണ്, ഞാൻ സ്റ്റുഡൻ്റാണ്, ഞാൻ സേവാധാരിയാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം അമൃതവേള മുതൽ ഈ അഭ്യാസം ചെയ്യൂ. ഞാൻ ശ്രേഷ്ഠ ആത്മാവ് മുകളിൽ നിന്നും വന്നിരിക്കുകയാണ്. ഈ പഴയ ലോകത്തിൽ പഴയ ശരീരത്തിൽ സേവനത്തിനു വേണ്ടി ഞാൻ ആത്മാവാകുന്നു. ഈ പാഠം ഇപ്പോൾ കൂടുതൽ ഉറപ്പിക്കൂ. ഞാൻ സേവാധാരിയാണ് എന്ന പാഠം ഉറച്ചു കഴിഞ്ഞു. എന്നാൽ ഞാൻ ആത്മാവ് സേവാധാരിയാണ് എന്ന പാഠം ഉറപ്പിക്കൂ. അപ്പോൾ ജീവൻ മുക്തമായി മാറും. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ
മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്. ഭാരരഹിതമാണ്. ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി
ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.